കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ എല്ലാവരും കൂടെ ആഹാരം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പം രൂപേഷ് പറയാണ്, സുധീഷ് ചേട്ടാ, മെക്കാനിക്കിനെ സ്നേഹിച്ച പെൺകുട്ടി. അപ്പോൾ സുധീഷ് പറയാണ്, മെക്കാനിക്കിനെ സ്നേഹിച്ച പെൺകുട്ടിയല്ല, മുക്കുവനെ സ്നേഹിച്ച പെൺകുട്ടി എന്നാടാ. അപ്പോൾ സുഭാഷ് പറയാണ്, മുക്കുവനെ സ്നേഹിച്ച പെൺകുട്ടി എന്നല്ല, മുക്കുവനെ സ്നേഹിച്ച പ്രേതം എന്നാണ്. അതും അങ്ങനെ വേണമെങ്കിലും പറയാം, മെക്കാനിക്കിനെ സ്നേഹിച്ച പ്രേതം എന്ന് പറയാം. എന്തോ വരുന്ന മെക്കാനിക്കിനെ സ്നേഹിച്ച പെൺകുട്ടി എന്നും പറഞ്ഞുകൊണ്ട് നീതു വരുന്നതിനെ കാണിക്കണം. നീതു ആണെങ്കിൽ ഭയങ്കര കരഞ്ഞു പിടിച്ച് വരികയാണ്. അപ്പോൾ നിധി അങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? അതെ, നീതു എന്നാ പേര്. നമ്മുടെ ഹരീഷ് ഏട്ടൻ്റെ പുറകെ നടക്കുക. ഹരീഷ് ഏട്ടൻ ഇതുവരെ എസ് പറഞ്ഞിട്ടില്ല, എന്നാലും ഇപ്പോഴും പുറകെ നടക്കുക. ഹരീഷ് ഏട്ടനെ മാത്രമേ കെട്ടത്തുള്ളൂ പറഞ്ഞ് നടക്കുവാണെന്ന് പറയാണ്. അപ്പോൾ നിധി പറയാണ്, അത് കൊള്ളാലോ. പക്ഷേ ഹരീഷ് ഏട്ടനാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യത്തില്ലെന്ന് രൂപേഷ് പറയുകയാണ്. അങ്ങനെ അവിടെ വന്നിട്ട് സുഭാഷ് ഏട്ടാന്ന് നീതു വിളിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പം സുഭാഷ് ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ വന്നതെന്ന് ചോദിക്കുകയാണ്. അതെ സുഭാഷ് ഏട്ടാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് നീതു പറയാണ്. സുഭാഷ് ഏട്ടനും കൂടെ അറിഞ്ഞിട്ടാണോ എന്നോട് ഹരീഷ് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, ഞാനെന്തോ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല, എന്താ അവൻ ചോദിച്ചതെന്ന് സുഭാഷ് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, അവൻ എന്താ പറഞ്ഞത്, അവൻ വല്ല വൃത്തിയിടത്തിലും പറഞ്ഞോ നീതുവിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീതു പറയണേ, എന്നോട് അതൊന്നും പറഞ്ഞില്ല, പിന്നെ എന്താ പറഞ്ഞതെന്ന് പറയാൻ സുധീഷ് പറയാണ്. അതെ, എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ വീട്ടിലേക്ക് വരാവോ എന്ന്, അതാണോ കാര്യം എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അതിനാണോ ഇങ്ങനെ കരയുന്നതെന്ന് സുധീഷ് ചോദിക്കുകയാണ്. അതിനാ കരയുന്നത്. പക്ഷേ ഈ വീട്ടിലേക്ക് സുഭാഷ് ഏട്ടനെ കല്യാണം കഴിച്ച് ഞാൻ വരണമെന്നാ എൻ്റെ അടുത്ത് ഹരീഷ് പറഞ്ഞ കാര്യം നീതു പറയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് നീതുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞവൻ? അങ്ങനെ പറഞ്ഞു സുഭാഷ് ഏട്ടാ, എനിക്കാണെങ്കിൽ ഹരീഷിനെ ഭയങ്കര ഇഷ്ടമാണ്, അത് ഹരീഷിനും അറിയാം. എന്നിട്ട് ഹരീഷ് എൻ്റെ അടുത്ത് പറയുക, ഞാൻ സുഭാഷ് ഏട്ടനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വരെ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. സുഭാഷ് ഏട്ടനും കൂടെ അറിഞ്ഞിട്ടാണോ ഈ ഹരീഷ് എന്നോട് അങ്ങനെ ചോദിച്ചതെന്ന് അറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, എൻ്റെ മോളെ, എനിക്കതൊന്നും അറിയത്തില്ല, അവൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞെന്നും പറഞ്ഞിട്ട് മോൾ എന്തിനിങ്ങനെ കരയാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, അവൻ്റെ സ്വഭാവം അറിഞ്ഞൂടെ, അവന് വായി തോന്നുന്ന വരുന്നതെല്ലാം അവൻ വിളിച്ചു പറയും, അങ്ങനെ വിചാരിച്ചാൽ മതി, അവൻ ചുമ്മാ പറഞ്ഞതാണെന്ന് പറയാണ്. അപ്പം നിധിയും പറയുന്നുണ്ട്, ഹരീഷ് വെറുതെ പറഞ്ഞതായിരിക്കും നീതു എന്ന് പറയാണ്. അപ്പം നീതു പറയാണ്, അല്ലല്ല, എന്നോട് സീരിയസ് ആയിട്ടാണ് ചോദിച്ചത്, ഈ വീട്ടിലേക്ക് വരാവോ, സുഭാഷ് ഏട്ടനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വരാവോ എന്നാണ് എന്നോട് ചോദിച്ചെന്ന് നീതു ഭയങ്കര കരച്ചിലോടെ പറയാണ്. അത് ചുമ്മാതാ പറഞ്ഞത്, എന്തായാലും അവൻ വരട്ടെ, ചോദിക്കാം എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അന്നേരം നീതു പറയാണ്, എന്നെ ഇഷ്ടമല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് വേണ്ടി ചെറുക്കനെ കണ്ടുപിടിച്ച് എന്നെ അവമാനിക്കല്ലേ എന്നൊന്ന് സുഭാഷ് ഏട്ടൻ പറയണേ എന്ന് നീതു പറഞ്ഞുകൊണ്ട് നീതു കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് സുഭാഷ് പറയുകയാണ്, ഇവനെ എന്തോത്തിൻ്റെ കുഴപ്പമാണ്, ആവശ്യമില്ലാത്ത കാര്യം, ആ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടോ എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, അവൻ എന്തായാലും കൊള്ളാം, അവൻ്റെ പുറകെ ഈ പെങ്കൊച്ച് നടക്കുന്നത്, എന്നിട്ട് ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുക ചേട്ടനെ കല്യാണം കഴിക്കാവോന്ന്, ഇവൻ എന്തുവാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രൂപേഷ് പറയാണ്, ആ കാര്യത്തിൽ സുധീഷ് ഏട്ടൻ പറയുന്നത് ശരിയാണ്, ഈ ഹരീഷ് ഏട്ടൻ്റെ ഒരു കാര്യം ഈ സമയത്ത് ചോദിച്ചു പോയല്ലോ എന്ന് ഓർത്താണെങ്കിൽ ഹരീഷ് വർഷോപ്പ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ആശാൻ ഇവിടെ ഇരിക്കുന്നത്, ആശാൻ വീട്ടിൽ പോയി, എന്തായാലും ഇനി ചോദിച്ചു പോയി എന്ന് പറയാണ്. അല്ല, അവൾ എന്തോ വിചാരിച്ചാണ് എന്നെക്കുറിച്ചെന്ന് ഹരീഷ് അവരടുത്ത് പറയണം. അപ്പം അവർ പറയാണ്, എന്ത് വിചാരിക്കാൻ, ആശാൻ അങ്ങനെ ചോദിച്ചത് ശരിയായില്ല, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോരെ, തൻ്റെ ചേട്ടനെ കല്യാണം കഴിക്കുന്നതൊക്കെ ആരെങ്കിലും ചോദിക്കുമോ എന്ന് ഹരീഷിനോട് പറയാണ്. എന്തായാലും ഇനി പറഞ്ഞു പോയി, ആശാൻ ഇനി വീട്ടിലേക്ക് പോകാൻ അവർ പറഞ്ഞ് ഹരീഷിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷ് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പം തന്നെ സുഭാഷാണെങ്കിൽ ഹരീഷിനെ പിടിച്ചിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊരു പരിപാടിയാണ് കാണിച്ചത്, നീതുവിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളാവോ എന്ന്. ഞാൻ എന്ത് ചോദിച്ചു എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. നീ നീതുവിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുമോയെന്നോ എന്നെ കല്യാണം കഴിക്കാവോ എന്നൊക്കെ ചോദിച്ച കാര്യം നീതു ഇവിടെ വന്ന് പറഞ്ഞു, അവൾ ഇവിടെ വന്ന് പറഞ്ഞു, ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു, നീ എങ്ങനെ ചോദിച്ചത്, അതിന് ഭയങ്കര സങ്കടമായിപ്പോയി, ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാവോടാ എന്നും ചോദിച്ചുകൊണ്ട് ഹരീഷിനോട് വഴക്ക് പറയുന്നുണ്ട്. എൻ്റെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് എനിക്കൊരു വിഷമവുമില്ല, നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് ഹരീഷിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് സുഭാഷ്. അങ്ങനെ ഹരീഷ് ആണെങ്കിൽ പുറത്തു പോയി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നിധി അങ്ങോട്ട് വരികയാണ്. നിധി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹരീഷ് ഇന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് ഒന്നും മിണ്ടായിരിക്കുകയാണ്. ഹരീഷിനറിയാലോ ആ കുട്ടിക്ക് ഹരീഷിനോട് ഇഷ്ടമാണെന്ന്. അന്നേരം കുട്ടിയോട് ചോദിക്കാൻ പാടുണ്ടോ എൻ്റെ ചേട്ടനെ കല്യാണം കഴിക്കാവൂന്ന്, അത് ചോദിക്കുന്നത് തെറ്റല്ലേ എന്ന് ഹരീഷിനോട് നിധി ചോദിക്കുകയാണ്. അപ്പം ഹരീഷ് പറയാണ്, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല, അന്നേരത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് ചോദിക്കാൻ തോന്നി അങ്ങ് ചോദിച്ചു, അല്ലാതെ നീതുവിനെ വേദനിപ്പിക്കണമെന്ന് വെച്ചല്ല ഞാൻ ചോദിച്ചതെന്ന് പറയാണ്. അപ്പം
നിധി പറയാണ് അത് ഓക്കെ, അന്നേരത്തെ സാഹചര്യത്തിൽ അങ്ങനെ തോന്നി അങ്ങനെ ചോദിച്ച്. ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചട്ടെ, ഹരീഷിന് നീതുവിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് ഒന്നും മിണ്ടായിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു കേട്ടില്ലേ, പറ, ഹരീഷിന് ഇഷ്ടമാണോ നീതുവിനെ? അപ്പം ഹരീഷ് പറയാണ് ഞാൻ ഇന്ന് വരെ ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ഏട്ടത്തി. എൻ്റെ ചേട്ടന്മാർ രണ്ടുപേരുണ്ട്. അതിൽ സുഭാഷ് ഏട്ടൻ്റെ വിവാഹം ഇതുവരെ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ് നീതുവിനോട് വല്ല ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയാണ് എനിക്ക് നീതുവിനോട് ദേഷ്യമൊന്നുമില്ല. കുറേ നാളുകൊണ്ട് അതെൻ്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു ഉത്തരവ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ സുഭാഷ് ഏട്ടൻ നിൽക്കുന്നിടത്ത് ഞാൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ലെന്ന് ഹരീഷ് പറയുകയാണ്. അപ്പോൾ നിധി പറയാണ് എന്തായാലും ഹരീഷാണെങ്കിൽ നീതുവിനോട് ചെയ്ത് തെറ്റ് തന്നെയാണ്. ഇനി കാണുമ്പോൾ ക്ഷമ പറയണം എന്ന് പറയാണ്. പിന്നെ എനിക്കറിയാം ഹരീഷിന് നീതുവിനെ ഇഷ്ടമാണെന്ന്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു ഇഷ്ടം ഹരീഷിന് ഉണ്ടെങ്കിൽ ആ കുട്ടിയോടത്ത് തുറന്നു പറയുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് നിധി പറയുകയാണ്. എന്തായാലും അതിനോട് ക്ഷമ പറയണമെന്ന് പറയാണ്. അങ്ങനെ പറയാമെന്ന് ഹരീഷ് കേൾക്കുവാണ്. പക്ഷേ ഹരീഷ് അന്ന് രാത്രിയിൽ തന്നെ നീതുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ഒരു സമാധാനമില്ല ഹരീഷിന് നീതുവിനെ ഇഷ്ടമാണ്. പക്ഷേ പുറത്ത് പറയാനും വയ്യ, ആരോടൊട്ട് സമ്മതിക്കാനും വയ്യ. എന്തായാലും രാത്രി തന്നെ നീതുവിനെ കാണാൻ പോവുകയാണ്. അവിടെ ചെന്ന് ഒരു ഗേറ്റിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നീതു ആണെങ്കിൽ അങ്ങോട്ട് വരുന്നത് ഹരീഷ് കാണുന്നുണ്ട്. അങ്ങനെ നീതുവിനെ വിളിക്കുന്നുണ്ട്, നീതു നീതു എന്ന്. അപ്പോൾ നീതു നോക്കുമ്പോൾ ഹരീഷ് നിൽക്കുന്നു. എന്താണെന്ന് ചോദിക്കുകയാണ് ദേഷ്യം. ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനാണെന്ന് ഹരീഷ് പറയാണ്. അങ്ങനെ നീതു ഗേറ്റിൻ്റെ അടുത്തോട്ട് വരികയാണ്. അതെ, ഞാൻ അന്നേരം പറഞ്ഞത് വേറൊന്നും ഉദ്ദേശിച്ചല്ല, എന്നോട് ക്ഷമിക്ക്. ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയെന്ന് പറയുകയാണ്. അപ്പം നീതു പറയാണ് ഇങ്ങനെ എന്നെ അവമാനിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ഹരീഷിനോട് ചെയ്തത്? എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്. ആ തെറ്റ് മാത്രമേ ഞാൻ ചെയ്തോളൂ എന്ന് പറയാണ്. അന്നേരം ഹരീഷ് പറയാണ് എന്നോട് ക്ഷമിക്കും, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്ന് പറയാണ്. അപ്പോൾ നീതു ചോദിക്കുന്നുണ്ട് ഹരീഷിന് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹരീഷ് ഒന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ലേ ഹരീഷിന് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഒന്നും മിണ്ടായി നിൽക്കുന്ന ഹരീഷിനെ കയ്യിരുന്ന് വേസ്റ്റ് മൊത്തവും കൂടെ എടുത്ത് ഹരീഷിൻ്റെ തലയിലേക്ക് അങ്ങ് തട്ടുവാണ്. ഇത് താൻ എനിക്ക് കല്യാണം ആലോചിച്ചതിന് ഞാൻ ഈ ശിക്ഷ തനിക്ക് തരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആ വേസ്റ്റെല്ലാം കൂടെ എടുത്ത് ഹരീഷിൻ്റെ തലയിൽ തട്ടിയിട്ട് നീതു അങ്ങ് പോവുകയാണ്. അപ്പം ഹരീഷാണെങ്കിൽ നീതു പോകുന്നേ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്.